ആ അത് രസമുണ്ട്. ഇത് പെരുന്നാളിൻ്റെ അടുത്ത ഷർട്ടല്ലേ? കണ്ടില്ലല്ലോ, പിന്നെ കുറെ ദിവസം അവളെ കണ്ടിട്ടപ്പോൾ അവളെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ. തീരെ കാണാത്ത ആളല്ലേ. എന്താണ് മുടിയൊക്കെ ശരിയൊക്കെ മാറ്റുന്നതല്ലോ, പിന്നെ ഫോൺ കണ്ടിട്ട് ആകെ ഡള്ളായി. ഓഹോ, ഇന്ന് ആദ്യം പോയിട്ട് ഇത് തുറക്ക്, നമ്മളെ വണ്ടി തുറക്ക്, എന്തൊരു സാധനം കൊണ്ടുപോവാ. ഡിക്കി തുറന്നിട്ട് ഓരോന്നായിട്ട് കൊണ്ടുപോയിട്ടാ. ഈസി സിമ്പിൾ കേസ്. ആ ഇങ്ങനെ വരുതാനാണോ? അത് ചെരുപ്പിട്ടോ, ഇത് ചെരുപ്പിട്ടോ, ഷൂ ഇട്ടോ? ഷൂ എവിടെ ഉണ്ട്? ഇത് പെരുന്നാളിൻ്റെ അടുത്ത ഷർട്ടല്ലേ? ഇതൊക്കെ മാല മാച്ചുണ്ട് കേട്ടോ. അവിടെ നോ ഓഫ് ചെയ്തു. ഇതെല്ലാം ഓക്കെ. കഞ്ഞിപ്പയർ കുടിക്കാൻ പോവാണ് ഒരുവിധം ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഷൈത്താന്റെ വീട്ടിൽ പോണല്ലേ? രാമകുട്ടിനെ കാണാൻ പോവാണ്. ഇക്ക ആദ്യമായിട്ട് കാണല്ലേ? വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവൾക്ക് ഇക്ക കണ്ട പോലെയാണ് കേട്ടോ, പക്ഷെ നേരിട്ട് കണ്ടില്ലല്ലോ. പിന്നെ കുറെ ദിവസം അവളെ കണ്ടിട്ടപ്പോൾ അവളെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ. പോവാ ഇനി ഷൈത്താന്റെ വീട്ടിൽ പോയിട്ട് നാളെ അവിടുന്ന് ഉച്ചക്ക് മങ്കടേക്ക് പോകണം അല്ലേ? ഫുള്ള് യാത്രയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. വാ ഗേറ്റ് ഓപ്പൺ, ഗേറ്റ് ഓപ്പൺ. ഐസൻ വണ്ടി ആ അവിടെ നിന്ന് വരും. എല്ലാരും കൂടി വെക്കണ്ടല്ലോ ചേച്ചി. അപ്പൊ നമുക്ക് പോകുന്ന വഴിയിൽ നെസ്റ്റോയിൽ ഒന്ന് കയറിയിട്ടേ ചെറിയൊരു കുഞ്ഞു പർച്ചേസിംഗ് ഉണ്ട്. ഓക്കെ, നെസ്റ്റോയിൽ നിങ്ങൾ ഓണപരിപാടിക്ക് പോയില്ലല്ലോ ഗൈസ്? നെസ്റ്റോയിൽ നിന്ന് കുറച്ച് കുട്ടികളുടെ ഓണപരിപാടി ഉണ്ട്. സമയമുണ്ട്, നമുക്ക് കുറച്ച് നേരം ഒന്ന് കണ്ടിട്ട് പോവാട്ടോ. സ്കില്ലോ കൈ വിട്ടോടിക്കുന്ന സ്കില്ലോ? നിന്നെ ഹാൻഡിൽ ചെയ്യണ്ട. ഞാൻ എന്നിട്ട് പപ്പാപ്പന്റെ കൂടെ വന്നാൽ മതി. ആ അവിടെ തോന്നില്ലേ കുട്ടികൾ പരിപാടി ഉള്ളത്? സ്റ്റേജൊക്കെ ഉണ്ടല്ലോ. ആ ഞാൻ വളരെയധികം സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ സ്ഥാപനം നടന്നു പോകുന്നത്. കുട്ടികൾ നമ്മൾ 2 വയസ്സ് വരെയുള്ള മുതലുള്ള കുട്ടികളെയാണ് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നത്. കിഡ്സ് കാസൽ പ്രീ സ്കൂളിന്റെ ഓണം പരിപാടിയാണ് കേട്ടോ. ഇവിടെ നെസ്റ്റോന്റെ ഫ്രണ്ടിൽ വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രീ സ്കൂളിനെ പറ്റിയിട്ട്. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കേട്ടോ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് പട്ടാമ്പിയിൽ ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 500ഓളം കുട്ടികളാണ് ഇവിടെ പ്രീ സ്കൂൾ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. കുട്ടികളുടെ സ്ക്രീൻ ടൈം പരമാവധി കുറച്ച് അവരെ മറ്റുള്ള ഗെയിംസിലും ആക്ടിവിറ്റീസിലും ഒക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം അതിനുള്ളൊരു സജഷനും കൂടിയാണ് കേട്ടോ ഈ ഒരു കിഡ്സ് കാസിൽ പ്രീ സ്കൂൾ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഓണപരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, മോളെ ഞാൻ കിഡ്സ് കാസിലാണ് വിട്ടത്. അവിടെ ഞാൻ 2.25 വയസ്സ് മുതൽ അവിടെ വിട്ടു തുടങ്ങിയതാണ്. കോവിഡ് ടൈമിൽ ജനിച്ച കുട്ടിയത് കാരണം കൊണ്ട് തന്നെ പലരും ആൾക്കാരെയൊന്നും കാണാണ്ടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാൽ അറിയാം, അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള ഒരു സമയത്താണ് ഞാൻ കിഡ്സ് കാസിൽ കൊണ്ട് ചേർത്തത്. അപ്പോൾ നഴ്സറിയിൽ അവൾ കുറച്ച് ആക്റ്റീവൊക്കെ ആയിരുന്നു കുട്ടിയത് കാരണം ഡയറക്റ്റ്ലി നഴ്സറിയിൽ തന്നെയാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പം മുതലാണ് എന്താ പറയുക ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഫ്രണ്ട്സ് കുട്ടികളുടെ കൂടെ കൂടി കളിക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവൾ പഠിച്ചതാണ്. ഞാൻ ശരിക്കും വളരെ ഹാപ്പിയാണ് അവിടെ വിട്ടത്. കുട്ടിക്ക്
പേഴ്സണൽ അറ്റൻഷൻ ഓരോ കുട്ടിക്ക് ഇൻഡിവിജ്വലായിട്ട് അവർ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന് അറിയാം. അങ്ങനെ നല്ല രീതിയിലുള്ള അറ്റൻഷൻ അവർക്ക് കിട്ടുന്നത്. അത് കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും, എല്ലാ മോട്ടോർ സ്കിൽസും അല്ലെങ്കിൽ മറ്റുള്ള ലേണിംഗ് സ്കിൽസ് എല്ലാ രീതിയിലും കുട്ടീനെ വളരെ ബെനിഫിഷ്യലായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ടീച്ചേഴ്സിന് അവരുടെ എഫേർട്ട് ശരിക്കും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ചെറിയ കുട്ടികളെ അവർ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നല്ലേ? അതെ, ആക്ച്വലി വളരെ ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവർക്കൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പേടിയോ അങ്ങനെയൊന്നുമല്ല, വലിയ കാര്യമാണ്, ഇഷ്ടമാണ്. ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ്, നല്ല ഹാപ്പിയാണ്. LKG-യിലാണ് പോണത്. അപ്പോൾ അടിപൊളിയാണല്ലേ? ഓക്കെ. ഇവിടെ ഇതുപോലെ ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പാരന്റ്സ് ഉണ്ട് കേട്ടോ. കാരണം ഇവർ പറയുന്ന പോലെ തന്നെ ടീച്ചേഴ്സിന്റെ കെയറിങ് എടുത്തു പറയേണ്ടതാണ്. കുട്ടികളും അവിടുത്തെ ആയമാരൊക്കെ കുട്ടികൾ അത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി. നമ്മുടെ മക്കളെ നമ്മളിപ്പോൾ ഒരു പ്രീ സ്കൂളിലാക്കുന്ന സമയത്തും നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവില്ല, എങ്ങനെയായിരിക്കും അവർ നമ്മുടെ കുട്ടീനെ കെയർ ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പോൾ അതിലിവിടെ 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. കുട്ടികൾ അത്ര നന്നായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. മോൻ ഇവിടെ പഠിക്കുന്നത് എങ്ങനെയുണ്ട്? കിഡ്സ് ക്ലാസ്സിൽ കുട്ടീൻ്റെ അവർക്കും പറയാനുള്ളത് അതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, നല്ല കെയറിങ് ആയിട്ടുള്ള ആയമാർ, നല്ല ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ എല്ലാം കൂടി ഒരു കുട്ടിക്ക് കംഫർട്ടായിട്ട് പോയി പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രീ സ്കൂൾ. കാരണം ഇവിടെ പ്രീ സ്കൂൾ അതായത് ഡേ കെയർ കൂടി ഉണ്ട്. 2.5 വയസ്സ് മുതലുള്ള കുട്ടികളെ അവിടെ അഡ്മിറ്റ് ചെയ്യാലോ. അതിപ്പോൾ വർക്കിംഗ് വുമൻസിനൊക്കെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളെ എവിടെയെങ്കിലും സേഫ് ആക്കിയിട്ട് ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ ഈ കിഡ്സ് കാസിൽ പ്രീ സ്കൂൾ. ഇങ്ങനെ കുറേ ഹാപ്പി ആയിട്ടുള്ള പാരൻസ് ഉണ്ട് ഇവിടെ നിൽക്കുന്നവർ മുഴുവൻ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ഈ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് ഇവിടെയൊക്കെ ഇതുപോലത്തെ പ്രീ സ്കൂളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പട്ടാമ്പിൽ ഇതുപോലെ ഒരെണ്ണം വേറെ ഇല്ല കേട്ടോ. വിജയദശമി കഴിഞ്ഞ് നഴ്സറിയിലേക്ക് പുതിയൊരു ബാച്ച് തന്നെ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ നവ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പം ഇതുപോലെ നമ്മളെ കുട്ടികളെ ജോലിക്ക് പോകുന്ന ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, ഒരുപാട് ഫോണൊക്കെ കാണുന്നുണ്ട്, അങ്ങനത്തെ ടെൻഷനൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ ചേർന്നതിന് മുന്നേ ആയിട്ട് ഇതാ 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മുടെ കിഡ്സ് കാസിൽ പ്രീ സ്കൂൾ ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് പോയിട്ട് ചേർത്തിക്കോളൂ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കണ്ടുവന്നിട്ടേ സമയം പോയത് അറിഞ്ഞില്ല. കുഞ്ഞു കുഞ്ഞു കുട്ടികൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ നല്ല നേരം വൈകി നമ്മൾ ഷൈത്താൻ്റെ വീട്ടിൽ പോവാം. ഇക്ക വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ബാക്കി വിശേഷം അവിടുത്തെ കാണാം കേട്ടോ. അതാ പറയുന്നത് എന്നിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. പുതിയ മെമ്പേഴ്സ് ഫാമിലി അറിയോ? പുതിയ എടുക്കാൻ പറ്റും. മറ്റേ ബുദ്ധിമുട്ടായിരുന്നു.
എന്തൊക്കെടാ സുഖല്ലേ? ഹലോ ആര് കല്ലു ആരാണ് മനസ്സിലായോ? അതെന്താണ് ദാഹശമനി നീ ഉദ്ദേശിച്ച വെള്ളമല്ല. ആകെ അന്തം വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തെക്കും വടക്ക് നോക്കുക. എല്ലാരും കാണണോ വീണോക്കാ ഇങ്ങോട്ട് ഇസുനും നിങ്ങൾ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കും. ഒരു മുമ്പ് തന്നെ ഒരു മുമ്പ് തന്നെ നിങ്ങൾ വിളിക്കണേ. ഇതെന്താണ് നീ ആക്കുന്നത്? ഇതിനിങ്ങനെ എല്ലാരും ഇങ്ങനെ പിടിച്ചതാക്കണല്ലേ. തീരെ കാണാത്ത ആളല്ലേ രക്ഷപ്പെടുത്തു. ഷുഗർ കട്ട കൂടെ വന്ന ആളെ എന്തോ ചെറിയൊരു പരിചയക്കുറവ്. ഇവളെന്താ എന്റെ കൂടെ നിന്ന് അതിനുള്ള തടി ഇപ്പൊ തടിച്ചിട്ടില്ല. ആരെങ്കിലും കഴിക്കാതിരിക്കേ ബാക്കിയാവാൻ പറ്റൂല. അതില് വെള്ളം കുടിക്കണില്ലേ? ജ്യൂസ് കുടിച്ചോ? തരിപ്പി പോവും വായിലുള്ള കേക്കൊക്കെ വെച്ചിട്ട്. ഓൻ പിടിച്ച് ചളിയാക്കിയോ? ഓൻ പിടിച്ച് ചളിയാക്കിയോ? ഫോണിന്റെ സ്ക്രീൻ പോലെ അല്ലേ? ഓ ഇതൊക്കെ പറ്റുള്ളതൊക്കെ മഞ്ചാടി വെക്കണ്ട. ഉറങ്ങിടത്തിപ്പോ നീച്ചത് ഇതാണ്. ഗുഡ് മോർണിംഗ് യാമി. ഇസുവിനെ ഇഷ്ടപ്പെട്ടു. ഹായ് പറയൂ അമ്മൂട്ടി. ഹായ് പറയൂ. ഹായ് പറഞ്ഞ് കുഴങ്ങിയിരിക്കാനോള്. കളി തുടങ്ങിയിട്ടുണ്ട്. യാമി ഫുള്ള് ഹാപ്പി മൂഡിലാണ്. യാമിയെ പ്ലേ ടൈം ആണ്. മോളെ പപ്പന്റെ പ്ലേ ടൈം ആണ്. പ്ലേ ടൈം അല്ലേ? പ്ലേ ടൈം ആണ് യാമി. എനിക്ക് പാസ്ത ഫാസ്റ്റ് ആയിക്കോട്ടെ. ചീസ് പാസ്ത ഫാസ്റ്റ് ആയിക്കോട്ടെ. നൂലപ്പം സ്റ്റ്യൂ ആണ്. ചിക്കൻ സ്റ്റ്യൂ. അതാണ് പറയാൻ പോലും പാസ്ത ഉണ്ട്. അതാണ് പറയാൻ. പാസ്ത നല്ല സ്മെല്ലുണ്ട്. എന്താ നോക്കിക്കള അങ്ങോട്ട് കൂടി കപ്പിൾസാ? അതെ ഞങ്ങൾ ന്യൂ കപ്പിൾസ്. ഞങ്ങൾ പഴകിയ ഞങ്ങളെ ദേശീയ ഭക്ഷണം സുഖം പറഞ്ഞ് ഇതൊക്കെ ദേശീയ ഭക്ഷണം. ഇറോ ബീഫ് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം. കാരണം ഞങ്ങളിപ്പോൾ അവിടെ ഇങ്ങനെ കിച്ചണിൽ നിന്നിട്ട് കുറച്ച് തല്ലി മറിച്ചിട്ടുള്ളൂ. തലേന്നത്തെ ബീഫ് ഫ്രൈ ആക്കിയിട്ട് പിറ്റേന്ന് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കാരണം. അതൊക്കെ ഞങ്ങൾ അവിടെ വീഡിയോയിൽ ഞങ്ങളതിൽ പറഞ്ഞു കൊടുത്ത് എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയണ്ടാതാണ്. രാവിലെ വീണ്ടും തുടങ്ങിയോ?
നിങ്ങൾക്ക് പോവല്ലേക്കാ? പോവല്ലേ മങ്കടേക്ക്? നമുക്ക് തൂതൻ്റെ കഴിഞ്ഞു, തൂത ട്രിപ്പ് കഴിഞ്ഞു. നമ്മളെ അടിപൊളി ട്രിപ്പ് ചെയ്തു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം, മങ്കടക്ക്. ഒരു 2 days നമ്മൾ മങ്കട സ്റ്റേ ആണ്. എന്നാ സു കഴിയടോ. ബ്ലഷൊക്കെ വരുന്നുണ്ട് വെറുപ്പില്ല. രൂപ തരോ, ഉമ്മ തരോ, ഉമ്മ തരോ. ഈ തിങ്കളാഴ്ച കാണാം അല്ലേ നമുക്ക്? ഇങ്ങോട്ട് തരുന്നു. എങ്ങനെ വന്നു ഉമ്മ നോക്കണം എന്ന് പറയുന്നത്? എങ്ങനെ വെച്ച് പറയല്? എനിക്ക് ശരിയാക്കി തരട്ടോ. ആ വണ്ടി വലിയ ഇഷ്ടല്ലേ. ചേട്ടാ